നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തി ഇപ്പം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. അതിനൊക്കെ കാരണം മറ്റൊരു വ്യക്തിയാണ് എന്ന അവസ്ഥയിൽ, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ മറ്റുള്ള സാഹചര്യങ്ങളിലോ മറ്റൊരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ് എങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ശല്യം പിന്നീട് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ അവരെ ഒഴിവാക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ആ കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ആ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി ആ വ്യക്തിയെ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത രീതിയിൽ, നിങ്ങളുടെ മനസമാധാനവും സന്തോഷവും തകർക്കുന്ന രീതിയിൽ പിന്നൊരിക്കലും അവർ നിങ്ങളുടെ ജീവിതത്തിലേ വരാത്ത രീതിയിൽ അവരെ ഒഴിവാക്കി വിടാൻ പറ്റും. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലായി കൃത്യമായി അതേപോലെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിയെ നിങ്ങൾക്ക് ഒഴിവാക്കി വിടാൻ പറ്റും. ഇങ്ങനെയുള്ള ആളുകളുള്ളുമ്പോൾ നമുക്ക് ജോലിയിലായാലും അതല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലും, അത് വീട്ടിൽ ഇരിക്കുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും കിടക്കുമ്പോഴായാലും ഒന്നും ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം നമ്മൾ ആഗ്രഹിച്ച പലതും നമുക്ക് കിട്ടാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ കാരണം ഈ തേർഡ് പാർട്ടികളായിരിക്കും. അവർക്ക് അതിന് പ്രത്യേകിച്ച് നമ്മളോടുള്ള യാതൊരുവിധ ഇതും അവർ ചിന്തിക്കുകയില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അവരത് നേടാൻ നോക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമുക്കായിരിക്കും. നമ്മുടെ സന്തോഷവും സുഖവും എല്ലാം നഷ്ടപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രയാസം അനുഭവിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികളെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു പരിഹാരം. അതിന് നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഒഴിവാക്കാം, മാനിഫെസ്റ്റേഷനിലൂടെ ഒഴിവാക്കാം. അതൊക്കെ കൃത്യമായിട്ട് അത് ചെയ്യുക. പിന്നെ അതല്ലെങ്കിൽ വശ്യകർമ്മങ്ങളിലൂടെ നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വ്യക്തിയെ കൂടെ നിർത്താം. അതിന് എന്താണോ വേണ്ടത്, എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളിൽ നിന്ന് അകലുന്നത് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ സാധിക്കാത്തത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. അതിനാണ് ഞാൻ പറഞ്ഞത്, വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതൊരു പക്ഷേ നിങ്ങൾക്ക് സിമ്പിളായിട്ടും മെഡിറ്റേഷനിലൂടെ മാനിഫെസ്റ്റേഷനിലൂടെ നടക്കുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് തന്നെ ചെയ്ത് ശരിയാക്കാവുന്നേ. ചില കാര്യങ്ങൾ കുറച്ചും കൂടി ഗൗരവമുള്ളതാവുമ്പോൾ ചിലപ്പോൾ വശ്യകർമ്മം അല്ലെങ്കിൽ മറ്റ് കർമ്മങ്ങൾ പോലത്തെ കാര്യങ്ങൾ ചെയ്ത് ശരിയാക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെയും ചെയ്ത് ശരിയാക്കുക. എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം പൂർണ്ണമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടന്ന് കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് സന്തോഷകരമായിട്ട് പോവുകയുള്ളൂ. അല്ലാത്തിടത്തോളം നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും കുടുംബത്തും മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ഒക്കെ കൃത്യമായി ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. ചില ആളുകൾ മാനസികമായി വളരെ തകർന്ന് ഡിപ്രഷനിലേക്കും മറ്റസുഖങ്ങളിലേക്കൊക്കെ പോകും അവർ. കാരണം ശരീരം വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം കിട്ടണമെങ്കിൽ ഈ വ്യക്തികളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. നമുക്ക് ശല്യമായി നിൽക്കുന്ന വ്യക്തികളെ പൂർണ്ണമായും അവരെ ഒഴിവാക്കുക. അവർ പിന്നെ ഒരു തരത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത രീതിയിൽ അവരെ അകറ്റി നിർത്താനുള്ള വഴികൾ നോക്കി അവരെ അകറ്റി നിർത്തുക. അത് തന്നെയാണ് അതിനുള്ള മാർഗം. അപ്പോൾ അത് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. എന്നിട്ടത് മനസ്സിലാക്കി കൃത്യമായി അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശല്യമായി നിൽക്കുന്ന ആ തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും.